തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും വിവാദങ്ങളൊന്നും തീരുന്നില്ല. എന്താണ് വിവാദം? ഇ.പി. ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച, സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്താണ് അഭിപ്രായം? കാരണം ആ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശരിയുണ്ടെന്ന് ഇ പി തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇ പി ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു നേതാവ് ബി ജെ പിയുടെ വലിയൊരു നേതാവായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാൻ. അഥവാ അല്ല റിപ്പോർട്ട് ചെയ്യില്ല, കണ്ടതിന് ശേഷം പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇത് രണ്ടും ചെയ്തിട്ടില്ല എങ്കിൽ ഇ പി ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ശോഭാ സുരേന്ദ്രനല്ല, നിങ്ങളായാലും ഞാനായാലും പറഞ്ഞാൽ ശരിയാണെങ്കിൽ അതിനോട് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ഇന്നവർ പറഞ്ഞു എന്നുള്ളതല്ല. ഈ തെറ്റ് ചെയ്തവനേക്കാൾ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞവനെ കുറ്റക്കാരനാക്കി പറയരുത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ കുറിച്ചിക്കരുത്. അദ്ദേഹം ഒരിക്കലും പോകാൻ പാടില്ല. അഥവാ വന്ന് കണ്ടു എന്നു പറഞ്ഞാൽ അങ്ങനെ വന്ന് കണ്ടു എങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് പാർട്ടി റിപ്പോർട്ട് ചെയ്തില്ല? അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിവാദങ്ങൾ ഉണ്ടായി എങ്കിൽ അതെല്ലാം അവരുടേതായ അവരുടേതായ കൊളം അവർ തന്നെ അതിനൊരു പരിഹാരം കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തോ NDA അക്കൗണ്ട് തുടക്കാനാണല്ലോ അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്തത്. നിങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും NDAയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്ന് വലിയൊരു ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ആരെൻ്റെ കുറ്റം പറഞ്ഞാൽ തിരക്കില്ല, ഞാൻ ആരുടെയും വക്താവല്ല. NDAക്ക് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അത്ഭുതകരമായ ഒരു വളർച്ച, വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള വർധനവ് കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് എന്നെ കൊല്ലരുത്. ചിലത് പറയും, ഞാൻ പറഞ്ഞു തുഷാർ ഈഴവരവിടെ എല്ലാം വോട്ട് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഈഴവൻ്റെ മുഴുവൻ വോട്ട് തുഷാറിന് കിട്ടുകയില്ലെന്ന്. ഉടനെ അതിൻ്റെ ക്ലിപ്പിട്ടിരിക്കുക ഞാൻ കണ്ട്. ഈഴവരാരും വോട്ട് കൊടുക്കുകയില്ല തുഷാറിനെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ്? അവിടെ 4 ലക്ഷത്തിന് മേൽ ഈഴവരുണ്ട് കോട്ടയം പാർലമെൻറ്റ്. അപ്പോൾ അവർ മാത്രം വോട്ട് ചെയ്താൽ തുഷാറൊക്കെ ജയിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈഴവരെല്ലാവരും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഈഴവരെല്ലാവരും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈഴവരാരും വോട്ട് ചെയ്യില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, വേറെ എത്ര നായരവിടെ കിടക്കുന്നു, എത്ര ക്രിസ്ത്യാനവിടെ കിടക്കുന്നു. അങ്ങനെ തോറ്റുപോകുന്നതല്ല എൻ്റെ അർത്ഥം. ഇത് വ്യാഖ്യാനങ്ങളാണ്. ചിലർക്കെല്ലാം വ്യാഖ്യാനിച്ച് എന്നെ ക്രൂശിക്കണമെന്ന് ചില നിർബന്ധമുണ്ട്. ഇപ്പം തന്നെ സുരേഷ് ഗോപിയെ പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി തോറ്റുപോകും എന്ന് ഞാൻ പറഞ്ഞു. എടാ, ആ ഒരു ഭാഗം മാത്രം. അതിന് മുമ്പും പിമ്പും ഞാൻ പറഞ്ഞ കൂടെ ഒന്നും കേൾക്കണ്ടേപ്പാ. ആ മുമ്പും പിമ്പും കൂടെ പറഞ്ഞ കൂടെ കേട്ടിട്ട് നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ കൊടുക്കും. അത് നിങ്ങളാണ് കൊടുക്കണം. നിങ്ങൾ ഇവിടെ അല്ല തെറ്റ്. ഈ ക്ലിപ്പിട്ട് പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ താഴെ കുറേ കമൻറ്റ് വരിക. എന്നെ എന്തിനാ ജയദേവസന്ധി ചെയ്യുന്നത്? BJP ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നാളെ അവർ ഇന്ത്യ തന്നെ ഭരിക്കും. ഇപ്പം ആകെയുള്ള തർക്കം എത്രയാണ്? ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയണത്? 350 കിട്ടുക 400 കിട്ടുക എന്നുള്ള തർക്കമല്ലേ ഉള്ളു. അവർ തന്നെ അവനെ യോജിപ്പുണ്ടാ. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? പിണറായി എന്ത് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. അപ്പോൾ ഈ NDA നിൽക്കുന്ന പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്ന് NDAയുടെ നേതാവ് ഇവിടെ നിന്ന് പറയുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഐക്യം എന്താണ്? അവരുടെ ഐക്യത്തിലുള്ള ആത്മാർത്ഥത എന്താണ്? ഈ ആൾ എങ്ങനെ ഇവിടെ ഭരിക്കും? കേരളം അല്ലെങ്കിൽ കേരളം അല്ല ഇന്ത്യ എങ്ങനെ ഭരിക്കും? ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ വല്ലതും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യാപ്തി വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ലാതെ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് വേട്ടയാടരുത്. സുരേഷ് ഗോപി തോറ്റുപോകുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. ആ തോറ്റുപോകുമെന്ന് ഞാൻ പറഞ്ഞ സാഹചര്യം എന്നാണ്. സുരേഷ് ഗോപി വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ജയിക്കണമെന്ന് താല്പര്യം എല്ലാവർക്കും ഉണ്ട്. അതിന് ജയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ പെട്ടി തുറക്കുന്നതിന് ഇലക്ഷൻ സമയത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പോഴല്ലേ പറഞ്ഞത്. അപ്പോൾ പെട്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള സൂചന അദ്ദേഹത്തിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, സാധാരണപ്പെട്ട ഒരു സിനിമാക്കാരനാണ്. എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഞാൻ നേരെ ചെവിയെ സഞ്ചരിച്ചാണ്. അപ്പോൾ ഇടം വലം നോക്കാതെ ഞാൻ മുമ്പോട്ട് പോകും. അപ്പോൾ അതിനിടക്ക് ആരെങ്കിലും അത് തെറ്റിച്ചാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ വഴക്കുണ്ടാകും.
അതെല്ലാം എൻ്റെ പല പ്രവർത്തനത്തെയും പ്രതിഫലിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തെന്നാണ്? മുൻകൂർ ജാമ്യം എടുത്തെന്ന ചിലത് നിങ്ങൾ വ്യാഖ്യാനിക്കാം. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വരാവുന്ന വോട്ടിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേഹം എന്നോട് പങ്കിട്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞുപോയി. അതുകൊണ്ട് അദ്ദേഹം തോക്കണമെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അഥവാ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ മിസ്റ്ററെ പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ ക്രൂശിച്ചോ? ഇത് എന്നെ വെറുതെ ചില വ്യക്തിവൈരാഗ്യം വെച്ച് ചില വ്യക്തികൾ, ചില സംഘടനകൾ ഈ മീഡിയയിലൂടെ എന്നെ ഇങ്ങനെ നിരന്തരം വേട്ടുകയാണ്. എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്.